ആദവനാട് പഞ്ചായത്ത് 21-ാം വാർഡ് ചേലൂർ തന്തപ്പാടം CPA കോളേജിന് സമീപത്തുള്ള താറാവ് കൃഷിയിടത്തിലെ താറാവുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. നിരവധി പേർ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഇതിനാൽ മലിനമായിരിക്കുന്നത്. വർഷങ്ങളായി ഈ പ്രദേശത്ത് താറാവ് കൃഷി ആരംഭിച്ചിട്ട് തുടക്കത്തിൽ 500-ൽ പരം താറാവുകളും ഇവയെ പരിപാലിക്കാൻ ജോലിക്കാരുമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് താറാവ് കൃഷി അവതാളത്തിൽ ആകുകയായിരുന്നു. തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ താറാവുകൾ കൂട്ടത്തോടെ ചത്തു തുടങ്ങി. ഇവ പല ഭാഗങ്ങളിലായി ചത്തുകിടന്നിട്ടും കൃഷി നടത്തുന്നവർ സ്ഥലത്ത് എത്തിയില്ല. കനാലിന്റെ മുകളിലാണ് താറാവുകൾക്ക് കൂട് ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ പ്രദേശത്തെ 350-ൽ പരം കുടുംബങ്ങൾ നിത്യാവശ്യത്തിനായി ഉപയോഗിക്കുന്ന വെള്ളം ഇപ്പോൾ മലിനമായ അവസ്ഥയിലാണ്. കനാലിന്റെ മിക്ക ഭാഗങ്ങളിലും താറാവുകൾ ചത്ത് ജീർണിച്ച് പുഴുവരിച്ച നിലയിലാണ്. ദുർഗന്ധം കാരണം നാട്ടുകാരുടെ പ്രതിഷേധം ഏറുകയാണ്. കനാലിലെ വെള്ളം ശുചീകരിച്ച് നടപടി സ്വീകരിക്കണമെന്ന് തദ്ദേശവാസികൾ ആവശ്യപ്പെടുന്നു. ഈ താറാവുകൾ ഇവിടെ വളർത്തി തുടങ്ങിയിട്ട് കുറേ കാലമായിക്കാണ്. ഞങ്ങളിത് വളർത്തുന്ന സമയത്ത് തന്നെ ഇവരോട് പരാതി പറഞ്ഞിരുന്നു. ഇത് ഇവിടെ വളർത്തേണ്ട ഈ ഇതിക്ക് കൂടെ ഇറക്കിയിട്ട് കാർഷണം ഇതൊക്കെ കൂടി വെക്കലും ഇതായപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഇതാവില്ല, ഇത് നാട്ടുകാർ കുടിക്കണ വെള്ളമാണ്, ഇതിൽ കൂടി വെള്ളം ഒഴുകി പോയിട്ട് അത് നാട്ടുകാർ കുടിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അങ്ങനെ ഇതാവില്ല എന്നിട്ട് പിന്നെ ഇവരിതായി. പിന്നെ ഈ കുട്ടികളൊക്കെ വന്നിട്ട് ഒരുപാട് പ്രാവശ്യം ഇവരോട് പറഞ്ഞിങ്ങനെ ഇതിങ്ങനെ തന്നെ. അപ്പോൾ ഇവർ പറഞ്ഞാൽ അതൊന്നും ഇല്ല അനങ്ങാണ്ട് ഇവർ കുട്ടികളെ പേരിൽ നിങ്ങൾ ഇവിടുന്ന് താറാവ് കട്ടുകൊണ്ടുണ്ട് അനങ്ങാണ്ട് അവരെ പേരിൽ പരാതി പറയുക. ഇപ്പോൾ ഞങ്ങളാരും ഇവിടേക്ക് വരില്ല, ഇവർ ഇവിടുന്ന് താറാവതും പോയാൽ ഇവിടേക്ക് വരുന്ന ആൾക്കാർ കട്ടുകൊണ്ടിരിക്കുന്നത് തന്നെക്കാണ്ട് അവരെ പേരിൽ പരാതിപ്പെടുന്ന കാരണം പിന്നെ ഇവർക്ക് ആരും ഞങ്ങൾ വന്നു നോക്കലില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്നാൽ ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഇവരിപ്പോൾ വന്നു നോക്കുമ്പോഴാണ് ഈ കോലത്തിൽ ചത്ത് പുയ്ത്ത് കിടക്കുന്നത് കാണുന്നത്. ഫുള്ളായിട്ട് ചത്ത് കിടക്കണ ഒരു 100-500 കോയിൽ താറാവിൽ കൂടുതലുണ്ട് ഇവിടെ ചത്ത് കിടക്കുന്നത്. ാണ് ഈ നാട്ടിലൊരു 100-100 ചില്ലറ 150 വീട്ടുകാർ കുടിക്കുന്നത്. തുടങ്ങിയിട്ട് ഇവരോട് നാട്ടുകാർ എല്ലാവരും പറഞ്ഞിങ്ങനെ. ഇപ്പോൾ മാത്രമൊന്നല്ല ഒരുപാട് പ്രാവശ്യമായിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇവർ എന്നിട്ടും അത് ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ ചത്തിട്ട് കുറേ ആയതാ കോയിലിട്ട് അവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട് ഇവർ. ഈ ഒരുപാട് ആൾക്കാർ കുടിച്ചിട്ടുണ്ട്. ഇവരോട് ഒരുപാട് ഞങ്ങൾ പഞ്ചായത്തിലടക്കം പരാതിപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ മെമ്പറോട് അടക്കം പറഞ്ഞിട്ട് അവർക്ക് എന്താ കൊടുക്കുക എന്തോ ചെയ്തിട്ട് അവരിത് തീരെ പ്രതികരിച്ചിട്ടില്ല. പഞ്ചായത്തിൽ ഗ്രാമസഭയിൽ അവതരിപ്പിക്കാമെന്നും ഇതൊക്കെ ഇവർ പറഞ്ഞു ഏറ്റതാണ്. ഇത് 21-ാം വാർഡ്. സ്ഥലത്തിന്റെ പേരെന്താ? ഇത് ചെലൂര് CPA കോളേജിന്റെ ചെലൂര് തന്തപ്പാടല്ലേ ഇതിന് പറയാ? തന്തപ്പാടം എന്ന് പറഞ്ഞ സ്ഥലമാണിത്. താറാവുകളെ പരിപാലിച്ചിരുന്ന കുറുങ്കോട് സ്വദേശി അമീർ സ്ഥലത്തെത്തിയതോടെ പ്രശ്നം രൂക്ഷമായി. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് അമീർ പറഞ്ഞു. ഇതിപ്പോ ഞങ്ങള് ആദ്യം ഞാൻ ഈ തോട്ടത്തിന്റെ നടത്തിപ്പുകാരനായിരുന്നു. ഇവിടെ ഈ നനയ്ക്കലും കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തിരുന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ 3-4 ആൾ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ തോട്ടം ഒരു വാഴയുള്ള ഭാഗങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫാം തുടങ്ങണമെന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഈ താറാവിൻ്റെ കൂട് വെള്ളത്തിൽ കറക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷറീസ് പിന്നെ ഈ കാട്ടം മീനുകൾക്ക് ഭയങ്കര ഗുണമുള്ള കാര്യമാണ് എന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരിൽ അവർ വന്നിട്ട് പറയുകയും അതേപോലെ തന്നെ പിന്നെ പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നിട്ട് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഒരു 500 താറാവാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ചുരുക്കിയിട്ട് പിന്നെ ഒരു 300 ആക്കുകയും അതിന് ശേഷം ഇപ്പോൾ 2 ദിവസമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ള ഫാമുകളിൽ ഞാൻ വൈകുന്നേരം മാത്രം പോകുന്ന ആളാണ്. അപ്പൊ അതിനുശേഷം ഇപ്പൊ പിന്നെ താറാവുകൾ ചാവുന്നുണ്ട്. അപ്പൊ മറ്റുള്ള രാവിലെയുള്ള പണിക്കാരില്ലാത്തതിന്റെ പേര് ഞാൻ വൈകുന്നേരം തീറ്റ കൊടുക്കാൻ ഞാൻ കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ മഗ്‌രിബിന്റെ നേരത്താണ്. എന്റെ പേര് അമീർ എന്നാണ്. എന്റെ സ്ഥലം കുറുങ്കാടാണ്. അപ്പൊ ഞാന് വൈകുന്നേരം ഈ ടൈമിനാണ് വരലുള്ളത് താറാവിനെ കൂട്ടിലാക്കാൻ വേണ്ടിട്ട്. വേറെ ഇപ്പൊ ഇവിടെ പണിക്കാര് ഇല്ല. പണിക്കാര് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ പണിക്കാര് ഇല്ല. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ മെയിനായിട്ട് നോക്കാനും കാര്യത്തിന് ആളില്ലാത്തതിന്റെ പേരിലാണ് ഇത്ര ഒരു വീഴ്ച നമ്മളെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ള ഇത് ഒഴിവാക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ മുതലാളിയായിട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ പണിക്കാരനായിരുന്നു. ഇപ്പോൾ അത് വേറെ കൊടുത്തിട്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസം എന്നെ നോക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വൈകുന്നേരം ഞാൻ തീറ്റ കൊടുക്കാനായിട്ട് കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ അവരോട് തീരുമാനിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. നാട്ടുകാരുടെ നേതൃത്വത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ. മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പിൻ്റെയും പടപ്പറമ്പിൻ്റെയും ഇടയിൽ പൊരുന്നംപറമ്പിലാണ് ചോയ്സ് ഗ്രൂപ്പിൻ്റെ ഈ പ്രോജക്റ്റ് കടന്നുവരുന്നത്. 4 സെന്റ് മുതൽ 12 സെന്റ് വരെയുള്ള സ്ഥലത്ത്
800 സ്ക്വയർ ഫീറ്റ് മുതൽ 4000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. 2, 4, 5 ബെഡ്റൂമുകൾ അടങ്ങിയതാണ് ഈ വീടുകൾ. എല്ലാ വീടിനും 80% ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. ഓരോ വീടിനും കിണർ, ചുറ്റുമതിൽ, ഇലക്ട്രിസിറ്റി കണക്ഷൻ, 20 വർഷം ഇൻഷുറൻസ് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ഓഫീസുകൾ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നു. ഈ വീടുകൾക്ക് ഉദ്ദേശിക്കുന്ന വില 20 ലക്ഷം മുതൽ 80 ലക്ഷം വരെയാണ്. മലപ്പുറം ജില്ലയിൽ മക്കംപറമ്പിൻ്റെയും പടപ്പറമ്പിൻ്റെയും ഇടയിൽ പൊരുന്നം പറമ്പിലുള്ള ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 95621 06048 989599 446.